ഒത്തിരി നാളുകൾക്ക് ശേഷം ഞങ്ങൾക്ക് ഒരുമിച്ച് കിട്ടിയൊരു ഹോളിഡേ ആണ്. അപ്പം നമുക്കിതൊരു വൺ ഡേ ട്രിപ്പ് ആയാലോ? വാ നമുക്ക് ഒരുമിച്ച് പോവാം. ഹായ് ഹലോ, ദിസ് ഈസ് DT ഡയറീസിയ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമുക്ക് ആ സ്പോട്ടിലേക്ക് വിട്ടാലോ? അപ്പോൾ ട്രാവലൊക്കെ കഴിഞ്ഞ് നമ്മൾ ആ ഡെസ്റ്റിനേഷനോട്ട് എത്തിയിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾ പറഞ്ഞ സ്പോട്ട്. അപ്പോൾ സ്ഥലം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ അഞ്ചുതെങ്ങ് ഫോർട്ടാണ്. ഇതാണ് ആ കോട്ട. അപ്പം നമ്മൾ അകത്തേക്ക് കയറുവാണ്. അപ്പോൾ കയറി ചെല്ലുമ്പോഴും നല്ല അടിപൊളി വ്യൂ ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ്. അതെ, ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് സെക്യൂരിറ്റിയുടെ അടുത്തേക്കാണ്. അവിടെ ഒരു ലിസ്റ്റ് വെച്ചിട്ടുണ്ട്. അതിൽ നമ്മുടെ ബേസിക് ഡീറ്റെയിൽസും നമ്മൾ എത്ര പേരാണ് വന്നിട്ടുള്ളത് എന്നൊക്കെ എഴുതി വെച്ചിട്ടാണ് അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട്. നല്ലൊരു ചേട്ടനായിരുന്നു പുള്ളി, നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പം നമ്മുടെ ട്രിവാൻഡ്രത്ത് അധികം ആളും ബഹളമൊന്നും ഇല്ലാതെ കപ്പിൾസിനും ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ്. അപ്പം നമുക്ക് റീൽസ് എടുക്കാനായാലും ഫോട്ടോസ് എടുക്കാനായാലും ഒക്കെ ഉള്ളൊരു ബെസ്റ്റ് സ്പോട്ടാണ് കേട്ടോ ഇത്. ഞങ്ങളൊരു ഈവനിങ് ടൈമിലായിരുന്നു അവിടെ എത്തിയത്. ഇവിടുത്തെ വ്യൂസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ല, അടിപൊളി വ്യൂസ് ആണ്. ഈവനിങ്ങിനൊക്കെ നമുക്ക് ഫ്രണ്ട്സ് ആയിട്ടൊക്കെ വന്ന് ചില്ലടിക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണ്. ഞങ്ങൾ പോയൊരു ടൈമിൽ ആകെ അവിടെ ഒരു 10 പേർക്കുള്ളേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ അവിടെ ഫുള്ളൊന്ന് എക്സ്പ്ലോർ ചെയ്തു. മാക്സിമം റീൽസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഈ ഒരു ഹോൾ വ്യൂ ആസ്വദിക്കണമെങ്കിൽ നമ്മൾ അതിൻ്റെ ഏറ്റവും ടോപ്പിൽ പോകണം. അപ്പോൾ സ്റ്റെപ്പൊക്കെ കയറിയിട്ട് നമുക്ക് അതിൻ്റെ മുകളിലൊക്കെ പോയിട്ട് അതിൻ്റെ ഹോൾ വ്യൂ കാണാൻ പറ്റും. നമുക്ക് അവിടെ ഒരു ലൈറ്റ് ഹൗസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ സ്റ്റെപ്പ് കയറി നേരെ ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് ടോപ്പിൽ നിന്നുള്ള ഗ്രൗണ്ട് വ്യൂ ആണ് കിട്ടുന്നത്. ഒരു 360 ഡിഗ്രി വ്യൂ ആണ്. അത് കഴിഞ്ഞൊരു നാരോ സ്പേസിലൂടെയാണ് നമ്മൾ പോകുന്നത്. പിന്നെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ നാരോ ആയിട്ട് വരും സ്പേസ്. അപ്പോൾ ടോപ്പിൽ നിന്നുള്ളൊരു ഹോൾ വ്യൂ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ദൂരെ ആ ലൈറ്റ് ഹൗസ് ഒക്കെ നമുക്ക് നന്നായിട്ട് അവിടെ നിന്ന് കാണാൻ പറ്റും. ടോട്ടലി ഒരു ഹോൾ വ്യൂ നമുക്ക് അവിടെ നിന്ന് ചുറ്റി നടന്ന് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ബാക്ക് സൈഡിലെ ബീച്ചും ഓപ്പോസിറ്റ് സൈഡിലെ ലൈറ്റ് ഹൗസും ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ബാക്ക് സൈഡിലെ ബീച്ച് നല്ല രസമാണ് കേട്ടോ. അവിടെ നിന്ന് കടലൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും. ഈ 4 ചുറ്റിനും നമുക്ക് നടന്ന് അവിടുത്തെ ഹോൾ വ്യൂവും കാണാൻ പറ്റും. ശേഷം ഒരു നാരോ സ്പേസിലൂടെയാണ് നമ്മൾ നടക്കാൻ. കഷ്ടിച്ചൊരാൾക്ക് പോകാനുള്ള സ്പേസേ ഉള്ളൂ. വൈഫ് നിസ്സാരമൊന്നും പറഞ്ഞാണ് വന്നത്. എന്തോ എങ്ങനെ എന്നെ കൊച്ചാക്കാൻ വേണ്ടി മനഃപൂർവ്വം പറഞ്ഞാണ് ഗൈസ്. എനിക്ക് ഹൈറ്റ് പേടിയാണ്. അങ്ങനെ വരുന്നില്ല എന്ന് പറഞ്ഞ ആളിനെയും കൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് നടന്നിറങ്ങി. ഈശ്വരാ, എങ്ങനെയെങ്കിലും അതൊന്ന് കഴിഞ്ഞ് കിട്ടി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് വേറൊരു സ്പേസിലോട്ടാണ്. അവിടെ നന്നായിട്ട് നിൽക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പം നല്ല ഭംഗിയായിരുന്നു. എന്തായാലും ഇത്രയും കഷ്ടപ്പെട്ട് നടന്നത് വെറുതെ ആയില്ല. അങ്ങനെ കുറച്ച് റീൽസും ഫോട്ടോസും ഒക്കെ എടുത്ത സന്തോഷത്തിൽ ഞങ്ങൾ പോവുകയാണേ. ഞങ്ങളൊരു 5-5:30 ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു. ഇവിടെ നമുക്ക് ഫ്രീ എൻട്രി ആണ് വരുന്നത്. അപ്പോൾ ആരെങ്കിലും വരികയാണെങ്കിൽ വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ്. അവിടെ നിന്ന് നേരെ നമ്മൾ അടുത്തൊരു അഡ്വഞ്ചറിലേക്കാണ് പോയത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ലൈറ്റ് ഹൗസിലേക്കാണ് പോയത്. ഇത്രയും പേടിയില്ലാത്ത ആളിനെയും കൊണ്ടാണ് പോയത്. അതുകൊണ്ട് നമ്മളൊരു വലിയൊരു മിഷനിലേക്കാണ് പോകുന്നത്. ഒന്നും പറയേണ്ട ഗൈസ്, ഇതിവിടെ കൊണ്ടൊന്നും തീരുന്നില്ല. എന്നെ പറ്റിച്ചാണ് ഇതിനകത്തോട്ട് കയറ്റിയത്. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചതെന്നും അതിനകത്തുള്ള രസകരമായ കാഴ്ചകളും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ. പിന്നെ ഞങ്ങൾ ബീച്ച് സൈഡ് വഴിയാണ് വന്നത്. അപ്പോൾ പാലമൊക്കെ കടന്ന് നല്ല കുറേ വ്യൂസൊക്കെ ആസ്വദിച്ചിട്ടാണ് വീടെത്തിയത്. അപ്പം അത്രയേ ഉള്ളൂ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ടാറ്റാ, ബൈ ബൈ.